വെഞ്ഞാറമൂട് കൊലപാതക പരമ്പരയുടെ കാരണം ഇപ്പോഴും പോലീസ് തേടുകയാണ്. പ്രതി അഫാന് ആർഭാട ജീവിതത്തിന് പണം ലഭിക്കാത്തതിനെ തുടർന്നുള്ള വൈരാഗ്യമാണ് എന്ന് സംശയമുണ്ട്. ദുരൂഹതകൾ വർദ്ധിപ്പിക്കുകയാണ് കൂടുതൽ CCTV ദൃശ്യങ്ങൾ. കൊലപാതകത്തിന് തൊട്ടു മുമ്പുള്ള അഫ്സാന്റെ ദൃശ്യങ്ങൾ 24 കിട്ടി. വെഞ്ഞാറമൂട്ടിലെ സഹറൽ മന്തി എന്ന കടയിൽ ഭക്ഷണം വാങ്ങാൻ എത്തുന്നതാണ് ദൃശ്യങ്ങൾ. ഭക്ഷണം വാങ്ങാൻ അഫ്സാനെ അയച്ചത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമല്ലേ എന്നും സംശയം. 24 എക്സ്ക്ലൂസീവുമായി ഷെവീദ് റാവുത്തർ ചേരുന്നു. ആദ്യം ആ ദൃശ്യത്തിലേക്ക്. അഫാന്റെ സഹോദരനാണ് ഈ ഫോൺ ചെയ്യുന്ന കക്ഷി. ഇദ്ദേഹത്തിനെയാണ് പിന്നീട് ചുറ്റിക്കൊണ്ടടിച്ച് ഇയാൾ കൊലപ്പെടുത്തിയത്. ഷെവീദ് റാവുത്തർ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. കുഴിമന്തി വാങ്ങാനായി ഇയാളെ അയച്ചത് മനഃപൂർവ്വമാണ് എന്നാണ് ധാരണ. ഷെവീദ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? SKN വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലേറെ നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങളാണ് 24 അല്പസമയം മുൻപ് പുറത്തുവിട്ടത്. അതിൽ SKN നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം വൈകിട്ട് 4 മണിക്കും 5:30ക്കും ഇടയിൽ നടത്തിയ 2 കൊലപാതകങ്ങൾ. അതിലൊന്ന് ഈ അഫാന്റെ പെൺസുഹൃത്തായിട്ടുള്ള ഫർസാന, രണ്ടാമത് അഫാന്റെ സ്വന്തം സഹോദരനായിട്ടുള്ള അഫ്സാൻ എന്നിവരുടേതാണ്. ഇവരെ രണ്ടുപേരെയും ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. എന്നാൽ അതിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങൾ, അവസാനം നടത്തിയത് അഫ്സാനെ കൊലപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ നമുക്കറിയാം CCTV ദൃശ്യങ്ങളിലെ SKN ടൈം ലൈൻ പരിശോധിക്കുകയാണെങ്കിൽ 4 മണിയോടുകൂടിയാണ് ഈ പേരുമലയിലെ വീട്ടിൽ നിന്ന് സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് അഫ്സാൻ ഈ വെഞ്ഞാറമൂട് ടൗണിലുള്ള സഹറൽ മന്തി എന്ന് പറയപ്പെടുന്ന ഭക്ഷണശാലയിലേക്ക് ഭക്ഷണം വാങ്ങാൻ എത്തുന്നത്. നേരത്തെ ഈ നാട്ടുകാരടക്കം സംശയം പറഞ്ഞത് ഇയാളെ കൊണ്ടുപോയി ഈ സഹോദരനായിട്ടുള്ള അഫാൻ ഭക്ഷണം വാങ്ങി കൊടുത്തു എന്നുള്ളതാണ്. എന്നാൽ അത് ഏതെങ്കിലും തരത്തിൽ വലിയ കൊട്ടിഘോഷിക്കപ്പെട്ടൊരു വാദമായി ഉയർത്തുകയുമൊക്കെ ചെയ്തിരുന്നു. നാട്ടുകാർ പറഞ്ഞിരുന്നു ഈ അഫാൻ ഒരു നിഷ്കളങ്കനാണ്, അങ്ങനെ മുൻപ് ഈ ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലാത്ത ഒരാളാണ്, മാത്രവുമല്ല ഈ സഹോദരനോട് വലിയ താല്പര്യമാണ് എന്നൊക്കെ. പക്ഷേ ഈ CCTV ദൃശ്യങ്ങളിൽ SKN പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ CCTV ദൃശ്യങ്ങളെക്കുറിച്ച് സംശയിക്കുന്നത് ഒട്ടും നിഷ്കളങ്കമല്ല. ഈ ഭക്ഷണം മേടിച്ചു കൊടുക്കുന്ന അതടക്കം ഈ ഭക്ഷണം മേടിച്ചു കൊടുത്ത അഫ്സാനെ പേരുമലയിലെ സംഭവം നടന്ന വീട്ടിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് അഫാന്റെ ഒരു പ്ലാനായി പോലും പോലീസ് സംശയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല ഏതെങ്കിലും തരത്തിൽ ബൈക്കിൽ പേരുമലയിലെ വീട്ടിൽ നിന്നും അഫ്സാനുമായി വെഞ്ഞാറമൂട് ടൗണിലേക്ക് എത്തിയതല്ല എന്നുള്ളതും ഈ CCTV നിർണായകമാകുന്ന ഒരു കാരണമായി മാറുന്നുണ്ട്. കാരണം പേരുമലയിലെ വീട്ടിൽ നിന്നും പേരുമല ജംഗ്ഷൻ വരെ അഫ്സാനെ ബൈക്കിൽ കൊണ്ടുവരുന്നു. അവിടെ വെച്ച് ഈ സഹോദരനായ അഫ്സാൻ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി ഭക്ഷണം വാങ്ങാനായി വെഞ്ഞാറമൂട് ടൗണിലേക്ക് വിടുന്നു. അതായത് ഓട്ടോറിക്ഷയിൽ അഫ്സാൻ വന്ന് ആ ഹോട്ടലിന് മുൻപിൽ ഇറങ്ങുന്നത്, ശേഷം ഹോട്ടലിന് മുൻപിൽ ആരെയോ കാത്തു നിൽക്കുന്നത്, അതിനുശേഷം ഉള്ളിലേക്ക് പോയ 500 രൂപ കൊടുത്ത് ഭക്ഷണം വാങ്ങുന്നതും തിരികെ ആ ഹോട്ടലിന് മുൻപിൽ ഏതാണ്ട് 30 മിനിറ്റോളം കാത്തു നിൽക്കുന്നതും മൊബൈൽ ഫോൺ എടുക്കുന്നതും ഒക്കെ നോക്കാം. ഒരുപക്ഷേ ഈ സഹോദരൻ അഫാൻ താൻ വിളിച്ചിട്ട് മാത്രം ഹോട്ടലിൽ നിന്ന് വന്നാൽ മതി, താൻ കൂട്ടാൻ വരാം എന്ന് ഈ പയ്യനോട്, ഈ സഹോദരനോട്, കൊല്ലപ്പെട്ട ഈ സഹോദരനോട് പറഞ്ഞിരിക്കാം. അതേസമയം അഫ്സാന കടയുടെ മുൻപിൽ കാത്തു നിൽക്കുമ്പോൾ പേരുമലയിലെ വീട്ടിൽ ഒരു ക്രൂര കൊലപാതകം നടക്കുകയായിരുന്നു. തൻ്റെ പെൺസുഹൃത്തായ ഫർസാനയെ ചുറ്റിക കൊണ്ട് കൊലക്കടിച്ച് ക്രൂരമായി അഫാൻ കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് സംശയം. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ആരുമില്ലാത്ത വീട്ടിൽ സ്കൂൾ വിട്ട അഫ്സാൻ എന്ന് പറയപ്പെടുന്ന സഹോദരൻ എത്തും. ആ അഫ്സാനെ ഭക്ഷണം വാങ്ങിക്കൊടുക്കാം എന്നുള്ള ഒരു കാരണം പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞയച്ച ശേഷം കൊലപാതകം ചെയ്യുകയായിരുന്നു. ശേഷം അഫ്സാൻ മടങ്ങി ഈ വെഞ്ഞാറമൂട് റോഡ് ക്രോസ് ചെയ്ത വെഞ്ഞാറമൂട് ഭാഗത്തേക്ക് പോകുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങനെ അഫ്സാൻ മടങ്ങി വീട്ടിലേക്ക് എത്തുമ്പോൾ വീണ്ടും സ്വന്തം സഹോദരനെ കൊലപ്പെടുത്തുന്ന ക്രൂരതയിലേക്ക് ആ ചെറുപ്പക്കാരൻ നീങ്ങി. അങ്ങനെ ഈ CCTVക്ക് വലിയ പ്രത്യേകത ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഉറപ്പിക്കുകയാണ്. ഈ CCTV ദൃശ്യം ഇന്ന് രാവിലെ രഹസ്യ സ്വഭാവത്തിൽ പോലീസ് ശേഖരിച്ച് പരിശോധിച്ചിരുന്നു. എന്നാൽ അല്പസമയം മുൻപാണ് നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ കഴിഞ്ഞത്. SKN. ഓക്കെ, താങ്ക് യു. ഷെവീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.